ഏത് സമയത്തും ക്ഷമിക്കുന്നവരാകണം. SYSന്റെ സമ്മേളനം അൽഹംദുലില്ലാഹ്, അതിന്റെ മാനവ സഞ്ചാരം അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ ഗംഭീരമായി വിജയിച്ച സന്തോഷത്തിലാണ് നാം. പക്ഷേ ഒരു സമയം നമുക്ക് വലിയ പരീക്ഷണത്തിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് വളരെ ക്ഷമിച്ചു നിന്ന് പ്രവർത്തിച്ചവരാണ് നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ. എന്തെല്ലാം പഴി കേട്ടിരുന്നു, എന്തെല്ലാം വിലക്കുകൾ ഉണ്ടായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഖുർആൻ നമ്മോട് നിർദ്ദേശിച്ച നിർദ്ദേശമാണ് പുണ്യം ചെയ്യുന്നത് ശരിയായ പുണ്യമാകണമെങ്കിൽ ഏത് പ്രയാസത്തിലും ക്ഷമിച്ചു മുന്നോട്ട് പോകുന്നവരാകണം. അതിൽ ചിലപ്പോൾ ക്ഷമിക്കേണ്ടത് രോഗത്തിന്റെ പേരിലാകാം, ചിലപ്പോൾ ഞെരുക്കത്തിന്റെ പേരിലാകാം, ചിലപ്പോൾ എതിർപ്പിന്റെ പേരിലാകാം, ചിലപ്പോൾ ശത്രുതയുടെ പേരിലാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കലിന്റെ പേരിലാകാം. എന്താണെങ്കിലും നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ നല്ല ക്ഷമ ഉൾക്കൊള്ളുന്നവരാകണം. എതിരാളികളുമായി നമ്മൾ ധർമ്മസമരം നടത്തുമ്പോൾ, അതേ അവരുമായി നമ്മൾ ആശയപരമായ ഏറ്റുമുട്ടൽ നടത്തുമ്പോൾ അവിടെയെല്ലാം ക്ഷമ വേണം. അവരാണ് സത്യം പറഞ്ഞവർ. നേരത്തെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി അവർകൾ ഓതിയില്ലേ, നിങ്ങൾ സത്യവാന്മാരുടെ കൂടെയാകണം. ആ യഥാർത്ഥത്തിൽ സത്യം പറയുന്നവർ ഈ വിശേഷണങ്ങളുള്ളവരാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഭക്തിയുള്ളവർ, അവരാണ് തഖ്വയുള്ളവർ. ഖുർആൻ സ്വർഗം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് സ്വർഗം? സ്വർഗം ആർക്ക് കൊടുക്കൂന്നാ പറഞ്ഞത്? ഇന്ന മെമ്പർഷിപ്പ് ഉള്ളവന് എന്നല്ല, ഇന്ന സംഘടനയിലുള്ളവന് എന്നല്ല, ഇന്ന പാർട്ടിക്കാരന് എന്നല്ല. മുത്തഖീങ്ങൾക്ക് സ്വർഗം തയ്യാർ. അഹങ്കാരമില്ലാതെ, അസൂയയില്ലാതെ, വിദ്വേഷമില്ലാതെ, വൈരാഗ്യമില്ലാതെ പടച്ചവന്റെ കൽപ്പനകളൊക്കെ ശരിക്കും ജീവിതത്തിൽ പകർത്തി സ്വന്തം ഭാര്യമാർക്ക് നന്മ ചെയ്യുന്നവർ, കുടുംബത്തിന് നന്മ ചെയ്യുന്നവർ, മാതാപിതാക്കളെ പരിഗണിക്കുന്നവർ, പ്രായമുള്ളവരെ ആദരിക്കുന്നവർ, കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നവർ, പോരാ വലിയ വിട്ടുവീഴ്ച മനസ്ഥിതിയുള്ളവർ. നമുക്ക് അവകാശപ്പെട്ടതാണെങ്കിലും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, അതുപോലെ കുടുംബത്തിന്റെ നന്മക്ക് വേണ്ടി എവിടെയും വിട്ടുവീഴ്ചയുടെ മനസ്സുണ്ടാകണം. ഖുർആൻ പറഞ്ഞില്ലേ, വൽ ആഫീന അനിന്നാസ്. ശേഷം അതാണ് സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച മാസം വരുമ്പോ സന്തോഷമാണ്. അതേ വീട്ടിൽ മകന്റെ കല്യാണം നടക്കുമ്പോൾ സന്തോഷമാണ്. സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ. അതേ പ്രയാസമുള്ളപ്പോഴും കഴിവനുസരിച്ച്, അതേ കച്ചവടത്തിൽ അല്പം പൊളിവാണ്, പ്രയാസമാണ്, എന്നാലും കഴിവനുസരിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ബാപ്പ മരിച്ച സമയമാണ്, ബാപ്പയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, ഉമ്മയുടെ പേരിൽ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സഹാബത്ത് 7 ദിവസം മരിച്ച മയ്യിത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തിരുന്നു. ആ സഹാബത്തിനെ പിന്തുടർന്ന് ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ അതേ വിഷമമുള്ള സമയത്തും ചെലവഴിക്കുന്നവർ. പിന്നെ ഖുർആൻ പറയാണ്, വൽ ആഫീന അനിന്നാസ്. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത തീവ്രമായ മനസ്സുണ്ടാകാൻ പാടില്ല. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്നവർ. ഇതെല്ലാം നമ്മുടെ ജീവിത ഗുണമായി നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിക്കണം. കർമ്മങ്ങളിൽ നന്മ വേണം, അതേപോലെ തന്നെ നമ്മുടെ വിശ്വാസം ക്ലിയറായിരിക്കണം, അതോടുകൂടെ തന്നെ പെരുമാറ്റം നന്നാകണം. എല്ലാവരോടും നല്ല സ്വഭാവം, പുഞ്ചിരിക്കുന്ന സ്വഭാവം. സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് ഒരു ധർമ്മമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അങ്ങനെ സർവരംഗവും സംശുദ്ധമാക്കി ജീവിക്കുക, അതാണല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അത് ആത്മാവിനെ ശുദ്ധീകരിച്ചവർ, ജീവിതം ശുദ്ധീകരിച്ചവർ നിശ്ചയമായും വിജയം കൈവരിച്ചു പോയി. ഇവിടെയുള്ള പരീക്ഷണങ്ങളെല്ലാം താൽക്കാലികമാണ്. പാരത്രിക ലോകത്ത് നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ അത് ഒരു ദിവസത്തേക്കല്ല, 100 കൊല്ലത്തേക്കല്ല, 100 കോടി വർഷത്തേക്കല്ല.
ജീവിതമെന്നോ മരണമെന്നോ പറയാൻ പറ്റാത്തൊരവസ്ഥാവിശേഷം. അത് എത്ര കോടിക്കോടി വർഷം കഴിഞ്ഞാലും തീരാത്ത കാലമാണ്. ആ ലോകത്ത് നഷ്ടം വരുവാൻ കാരണമാകുന്ന ചിന്തകളോ പ്രവർത്തനങ്ങളോ ആചാരങ്ങളോ സ്വഭാവങ്ങളോ ഒരിക്കലും നമ്മെ സ്വാധീനിക്കാൻ പാടില്ല. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബതൻ ഫീ ജന്നാതി അദിൻ വറിദ്വാനു മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. ശരിയായ വിശ്വാസിനികൾക്ക് പടച്ച റബ്ബ് വാഗ്ദത്തം ചെയ്യുന്ന പ്രതിഫലം നൽകുന്ന സ്വർഗം. താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്നു. കാലകാലം അവരവിടെ താമസിക്കുന്നു. നല്ല താമസ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുന്നു. നമ്മളിവിടെ ഏത് കൊട്ടാരമുണ്ടാക്കിയാലും ഒരു ദിവസം ഇറങ്ങിപ്പോകണം. എത്ര വലിയ വാഹനത്തിൽ യാത്ര ചെയ്താലും ഒരു ദിവസം നമ്മൾ സ്ട്രെച്ചറിലോ മയ്യത്ത് കട്ടിലോ കയറണം. അതേ സമയത്ത് എന്നും താമസിക്കാനുള്ള വീട് വറിദ്വാനും മിനല്ലാഹി അക്ബർ. നമ്മെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബിന്റെ തൃപ്തി ഏറ്റവും വലുത് അതാണല്ലോ. പടച്ച റബ്ബിന്റെ തൃപ്തി.